എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുത്ത ഒഴിച്ചുകറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കൂ ട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ രുചികരമായിട്ടുള്ള കറിയാണ്. അപ്പോൾ ദാ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. പച്ചമാങ്ങ കൊണ്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതാ ഞാൻ പച്ചമാങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാതിരിക്കുക. ഇന്ന് കറിയിലേക്ക് ഞാൻ ഒരു മാങ്ങ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് കറി തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് മാങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇപ്പോൾ ഈ ഒരു തൊണ്ടിന് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ തൊണ്ട് മുഴുവനായിട്ടും ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. തീരെ പൊടി പൊടിയായിട്ട് അരിയേണ്ട, ഈ ഒരു ഘനത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനു മുൻപും പച്ചമാങ്ങ കൊണ്ട് ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായി എന്നുള്ള കമൻസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളികേരം അരയ്ക്കാതെയുള്ള പച്ചമാങ്ങ കറിയുടെ റെസിപ്പി ഒന്ന് കാണിക്കാൻ. അപ്പോൾ ഇന്ന് നാളികേരം അരയ്ക്കാതെയാണ് കറി തയ്യാറാക്കി എടുത്ത് കാണിക്കുന്നത് കേട്ടോ. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 20ഓളം ചെറിയുള്ളി ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. ഇനി അതിനകത്തേക്ക് ഒരു 4 വെളുത്തുള്ളി ഫ്ലേവർ ഇഷ്ടമില്ല വെച്ചാൽ ചേർത്ത് കൊടുക്കേണ്ട, വെളുത്തുള്ളി ചേർക്കാതെയും തയ്യാറാക്കിയെടുക്കാം. 4 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും എരിവിനാവശ്യമായിട്ടുള്ളത് കൂട്ടിയും കുറച്ചും എടുക്കുക, അതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ വേണം ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്, അരഞ്ഞങ്ങ് പോവരുത്. ഇനി നമ്മൾക്കിതാ എളുപ്പത്തിൽ തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വെളിച്ചെണ്ണ വേണ്ട, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ആ ഒരു ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. തീ സമയത്തൊന്ന് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ആ ഒരു പച്ച ചുക മാറി കിട്ടിയാൽ മതി. ഇതിപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മാങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ ഈ മാങ്ങയിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിലും കുറച്ച് താഴെയായിട്ട് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയും മതി. ഇനി ഇതിനകത്തേക്ക് മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ഒരുപാട് വെള്ളം കൊടുക്കരുത് കേട്ടോ. ചെറിയ ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ മാങ്ങയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 3-4 മിനിറ്റിനുള്ളിൽ നമുക്ക് മാങ്ങ വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മാങ്ങ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടണം. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം നല്ല പോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിലും താഴെ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കറി ഈ രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു കറിയിലേക്ക് കുറച്ച് നാളികേരത്തിൻ്റെ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല. ഈ ഒരു ചെറിയ കപ്പിന് ഒരു 1/4 കപ്പ് അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
ദാ ഈ ഒരു സമയത്ത് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നാളികേരത്തിൻ്റെ പാല് ചേർത്ത് കൊടുക്കരുത്. ഇനി തിളപ്പിക്കരുത്. പക്ഷേ നമ്മുടെ കറിയിലേക്ക് ചെറുതായിട്ടൊന്നൊരു ചൂട് വരണം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂട് കയറിക്കോളും. ദാ ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ കടുകൊക്കെ ചേർത്തതാണ്. ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ദാ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഉള്ളിയും മുളകും ഒക്കെ ചതച്ച് ചേർത്ത് തയ്യാറാക്കിയെടുത്ത ദാ ഈ ഒരു പച്ചമാങ്ങക്കറി ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ദാ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.